ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പം സൗത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഭക്ത പോയറ്റ് ഹൂ lived in South India composed hymns and devotional songs that express unwavering devotion to their favorite deity. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈംസ് എന്ന് പറഞ്ഞാൽ കീർത്തനങ്ങളും അതുപോലെ തന്നെ ഡിവോഷണൽ സോങ്സ് എന്ന് പറഞ്ഞാൽ ഭക്തിഗാനങ്ങൾ അവയെല്ലാം എന്ത് ചെയ്തു? കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് എക്സ്പ്രസ് അൺവേവറിങ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡയറ്റി. അപ്പം അവരുടെ ഇഷ്ട ദൈവത്തോടുള്ള അൺവേവറിങ്, അതായത് എന്താണ്, അചഞ്ചലമായിട്ടുള്ള ഒരു ഭക്തി കാണിക്കുന്നതിന് അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവികൾ എന്തു കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് കീർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഡിവോഷണൽ സോങ്സും കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീസ് ഭക്ത പോയിറ്റ് വെയർ devotees of Vishnu known as ആൾവാർസ് ആൻഡ് devotees of ശിവ known as നയനാർസ്. അപ്പം ഇങ്ങനെയുള്ള ഭക്തകവികളിൽ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നവരെ ആൾവാർസ് എന്നും അതുപോലെ ശിവനെ ആരാധിച്ചിരുന്നവരെ നയനാർസ് എന്നുമായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കിനി നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൂവ്മെൻറ്റ് that existed between the 17th and 12th century. അപ്പം ഈ ഒരു 7 മുതൽ 12 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡയറ്റി. അപ്പം ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയാണ് ഈ ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നോക്കിക്കേ, കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ വെർണാക്കുലർ ലാംഗ്വേജസിൽ, അതായത് പ്രാദേശിക ഭാഷകളിൽ ഒരുപാട് ഡിവോഷണൽ സോങ്സും ഡിവോഷണൽ സോങ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കീർത്തനങ്ങളും അതുപോലെ തന്നെ അതിനെ കമ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ സിംഗ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, അതായത് ദൈവത്തോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ദൈവത്തിലേക്കുള്ള ഒരു സമർപ്പണവുമാണ് ഈ ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അപ്പം ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആക്സസബിൾ ആയിരുന്നു, അതായത് എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകൾക്ക് അവരുടേതുപോലെ അല്ലെ പുരുഷന്മാരുടേതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, തുല്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഭക്തി പ്രസ്ഥാനത്തിലൂടെ ലഭ്യമായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ, അതായത് 5 പോയിന്റാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ വരുന്നത്.